ഓഫീസിലെ ജീവനക്കാരികളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തോടെ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയ്ക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടിയിട്ടുണ്ട്. നിരവധി പേരാണ് ദിയയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത്. നേരത്തെ പല കാര്യങ്ങളിലും പലരും ദിയ കൃഷ്ണയെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാം ഇത്തവണ ദിയയുടെ ഭാഗത്തെ ന്യായം ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. പൂർണ്ണ ഗർഭിണിയായാണ് ദിയയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധ നൽകിക്കൊണ്ട് ഭർത്താവ് അശ്വിൻ ഗണേഷും ഒപ്പം തന്നെയുണ്ട്. അശ്വിനും ദിയയും തമ്മിലുള്ള ബന്ധത്തിൽ പല അഭിപ്രായങ്ങൾ ആരാധകർക്കുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊരു വിഭാഗം പറയുമ്പോൾ അശ്വിൻ അർഹമായ മര്യാദയും ബഹുമാനവും ദിയയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് ചിലർ പറയുന്നത്. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ആളാണ് ദിയ. ഇതാണ് ചിലർക്ക് ഇഷ്ടപ്പെടാത്തത്. ദിയ കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും സമാന വിമർശനങ്ങൾ വരുന്നുണ്ട്. അശ്വിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് ദിയയുടെ ആരാധകർ ഉൾപ്പെടെ ചോദിക്കുന്നത്. അശ്വിന് മടിയാണെന്ന് ദിയ കുറ്റപ്പെടുത്തുന്നു എന്നാണ് ആരാധകരുടെ പരാതി. അശ്വിന് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല, 1 മിനിറ്റ് കിട്ടിയാലും കിടക്കും എന്നെല്ലാം തമാശ രൂപേണ ദിയ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിനെതിരെയാണ് വിമർശനം. അശ്വിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തല്ലേ, അവൻ നന്നായി സഹകരിക്കുന്നുണ്ട്. എപ്പോഴും ഇത് കേൾക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. അശ്വിൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. IT ജോബ് വളരെ സമ്മർദ്ദം നിറഞ്ഞതാണ്, വളരെ ക്ഷീണിപ്പിക്കും എന്നാണ് ഒരാളുടെ കമൻറ്റിൽ പറയുന്നത്. ദിയ സ്നേഹം കൊണ്ടൊരു ഉപദേശം തരട്ടെ. ദിയയുടെ അമ്മയിൽ നിന്നും വലിയൊരു പാഠം പഠിക്കാനുണ്ട്. ഒരിക്കൽ പോലും ദിയയുടെ അച്ഛനെക്കുറിച്ച് മോശമായ വീഡിയോകളിൽ അവർ സംസാരിച്ചിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് പോലും റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് ശരിയാണ്. എന്നിരുന്നാലും അശ്വിനെ കുറ്റപ്പെടുത്താൻ ഈ ചാനൽ ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കരുത്. അത് പലർക്കും ഒരു ടേൺ ഓഫ് ആണ് എന്നാണ് ഒരാളുടെ കമൻറ്റ്. അതേസമയം ദിയയെ അനുകൂലിച്ചും കമൻറ്റുകളുണ്ട്. ദിയയും അശ്വിനും ഭാര്യയും ഭർത്താവുമാണെങ്കിലും നല്ല സുഹൃത്തുക്കളാണെന്നും അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്നും അനുകൂലിക്കുന്നവർ പറയുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ. അശ്വിന് ജോലി തിരക്കുണ്ടെന്നും ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് വ്ലോഗുകൾ ചെയ്യുന്നതെന്നും ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ പണം തട്ടിയത് ദിയയെയും കുടുംബത്തെയും ഞെട്ടിച്ചിരുന്നു. 69 ലക്ഷം രൂപയോളമാണ് QR കോഡ് മാറ്റിയും പ്രൊഡക്റ്റുകൾ മറച്ചുവിറ്റും ഇവർ കൈക്കലാക്കിയത്. സ്വന്തം അനിയത്തിമാരെ പോലെ കണ്ട ജീവനക്കാരികളാണ് തന്നെ വഞ്ചിച്ചതെന്നും പണം പോയതിനേക്കാൾ വിഷമം ഇവർ പറ്റിച്ചതാണെന്നും ദിയയും കുടുംബവും കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു.